ഭഗവാനെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിലുള്ള മറ്റ് ജീവജാലങ്ങളെ, മറ്റ് മനുഷ്യരെ, അവരെയൊക്കെ പ്രസാദിപ്പിക്കുക, അവരെയൊക്കെ സന്തോഷിപ്പിക്കുക, അവർക്ക് നല്ല കാര്യങ്ങൾ, അവർക്ക് ശാന്തി സമ്മാനം കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് തന്നെയാണ് യഥാർത്ഥമുള്ള ഈശ്വര പൂജ എന്ന് പറഞ്ഞാൽ. ആ പൂജയുടെ തത്വം അതാണ്. നമ്മൾ ഫലത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പൂജ ചെയ്യുന്നു. ആ പൂജ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ആ പൂജ ചെയ്യുന്ന മറ്റ് ചടങ്ങുകളൊക്കെ ഇരിക്കട്ടെ, അത് ചൊല്ലുന്ന മന്ത്രങ്ങളും മറ്റ് ക്രിയകളൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിൻ്റെ അൾട്ടിമേറ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഫലം എന്താണ്? നമ്മൾ അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫലം എന്താണ്? നമുക്ക് കിട്ടുന്ന പ്രസാദമാണ്. സാധാരണ ഈ പ്രസാദം എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് നല്ല മധുരമുള്ള എന്തെങ്കിലുമൊക്കെ പ്രസാദങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് പൂജ കഴിക്കുന്നത്. വഴിപാട് കഴിക്കുന്നതിന് എന്തെങ്കിലും പ്രസാദം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രസാദം കിട്ടി. ഈ പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെല്ലാം വീട്ടിൽ കൊണ്ടുവച്ച് തന്നെ കഴിക്കും, വേറെ ആർക്കും കൊടുക്കില്ല. വാസ്തവത്തിൽ അതിൻ്റെ ഉദ്ദേശം പ്രസാദം, ഈശ്വര പ്രസാദം നമുക്ക് അത് തൊണ്ട പോലും അറിയാതെ അത്രയ്ക്ക് കുറച്ച് നമ്മൾ കഴിക്കാനുള്ള അധികാരമേ നമുക്കുള്ളൂ. ഈ പ്രസാദം ബാക്കി എല്ലാവർക്കും വീതിച്ചു കൊടുക്കാനുള്ളതാണ്. നമുക്ക് ഈ അമ്പലത്തിൽ നിന്ന് തീർത്ഥം കിട്ടും. എത്ര തീർത്ഥം കിട്ടും? ഒരു കൈ നീട്ടി വെച്ച് ഇങ്ങനെ നീട്ടിയാൽ ഒരു ഉഴുന്നുമണി മുങ്ങാനുള്ള ജലം കൈക്കുള്ളില്ല. അത്രയും ജലമാണ് നമുക്ക് തീർത്ഥമായിട്ട് കിട്ടുന്നത്. തീർത്ഥം കുടിച്ചൊരിക്കലും നമ്മുടെ ദാഹം മാറത്തില്ല. പക്ഷെ അത്രയും മതി. കാരണം അതാണ് നമുക്ക് അവകാശപ്പെട്ടത്. ഭഗവാൻ തരുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു തുള്ളി അത് മതി നമുക്ക്. അത് നമ്മൾ കുടിക്കുന്നു. അപ്പോൾ അതേപോലെയാണ് പ്രസാദം കഴിക്കേണ്ടത്. ഒരല്പ പ്രസാദം നമ്മൾ ഭഗവാന്റെ ഇതായിട്ട് നമ്മൾ കഴിക്കുന്നു. ബാക്കി മുഴുവൻ നമ്മൾ മറ്റുള്ളവർക്ക് വീതിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് അവിടെ വന്നിരിക്കുന്ന പാവപ്പെട്ടവർക്ക്, കുട്ടികൾക്കെല്ലാം ഇത് വീതിച്ച് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. കിട്ടുന്ന പ്രസാദം എല്ലാവരുമായിട്ട് വീതിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വീതിച്ച് കൊടുക്കുന്നതാണ് എൻ്റെ പുണ്യം. അപ്പോൾ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ആഹാരം കിട്ടി. അല്ല, അവർക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ വഴിപാട് നടത്തി പ്രസാദം വാങ്ങിച്ച് കഴിക്കാൻ പറ്റുകയില്ല. നമ്മൾ കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം. ആ സന്തോഷമാണ് നമുക്ക് ഈശ്വര പ്രസാദമായിട്ട് നമുക്ക് ഈശ്വര അനുഗ്രഹമായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാ പൂജയുടെയും തത്വം ഇത്രയേ ഉള്ളൂ. ഏത് യജ്ഞം കൊണ്ടും വഴിപാട് കൊണ്ടും ഒക്കെ സംഭവിക്കുന്നത് മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ സന്തോഷം ഉണ്ടാകുക, പ്രകൃതിക്ക് ഏതെങ്കിലും തരത്തിൽ നന്മ ഉണ്ടാകുക, അതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമാണ് നമുക്ക് ഈശ്വര അനുഗ്രഹമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ നവരാത്രിയിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ചെയ്യുന്ന ഏത് പൂജയാണെങ്കിലും ഉപാസനയാണെങ്കിലും അത് മറ്റുള്ളവർക്ക് നന്മയ്ക്ക് ഉപകരിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ നവരാത്രി അവസാനിക്കുമ്പോൾ വിജയദശമിയാണ് വരുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിജയദശമിക്ക് നമ്മൾ ആദ്യം തൊട്ട് അക്ഷരാഭ്യാസം എഴുതി തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഹരിഹിസ്റ്ററി വീണ്ടും കുറിക്കുകയാണ്. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ശരി, ഏത് വലിയ പണ്ഡിതനാണെങ്കിലും വിജയദശമിയുടെ ദിവസം നമ്മൾ രാവിലെ അരി എടുത്ത് വെച്ച് ഓം ഹരിശ്രീ ഗണപതേ നമാന്ന് എഴുതി തുടങ്ങുകയാണ്. ഇത് വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ്. ഒരിക്കലും നമ്മുടെ അറിവ് പൂർണ്ണമാകുന്നില്ല. എന്നും നമ്മൾ തുടക്കക്കാരനായിരിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. എപ്പോഴും നമുക്ക് ആ ഒരു കൊച്ചു കുട്ടിയുടെ മനോഭാവം, 1ാം ക്ലാസ്സിൽ പോകുന്ന 2ാം ക്ലാസ്സിൽ പോകുന്ന ഒരു കുട്ടിയുടെ മനോഭാവം, നമുക്കൊന്നും അറിയില്ല. എല്ലാം അറിവും നമുക്ക് അധ്യാപകരിൽ നിന്ന് കിട്ടണം, മറ്റുള്ളവരിൽ നിന്ന് കിട്ടണം, മുതിർന്നവരിൽ നിന്ന് കിട്ടണം. അപ്പോൾ ഒന്നും അറിയില്ല എന്നുള്ള ബോധം നമുക്കുണ്ട്. എല്ലാ അറിവും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അറിവ് സ്വീകരിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. സ്കൂളിൽ പോകാൻ നമുക്ക് ഉത്സാഹമുണ്ട്, ഉന്മേഷമുണ്ട്. ഈ അറിവെല്ലാം പഠിക്കാൻ നമുക്ക് കൂടുതൽ അറിവ് നമുക്ക് നേടിയെടുക്കാനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ ആ ഒരു ഉത്സാഹം, ഉന്മേഷം, അതേപോലെ തന്നെ തനിക്കൊന്നും അറിയില്ല, അതുകൊണ്ട് അറിവ് ശ്രദ്ധാപൂർവ്വം സ്വീകരിക്കാനുള്ള മനോഭാവം, ഇതൊക്കെ നമുക്ക് ജീവിതകാലം മുഴുവൻ ആവശ്യമാണ് എന്നാണ് ഈ വിജയദശമിയുടെ ഈ ചടങ്ങ്. എഴുത്തിനിരുത്തുക എന്ന് പറഞ്ഞ ചടങ്ങ് നമ്മൾ കൊച്ചുകുട്ടികളെ മാത്രമല്ല എഴുത്തിനിരുത്തുന്നത്, നമ്മൾ സ്വയം എഴുതുന്നു. എത്ര മുതിർന്ന ആളാണെങ്കിലും സ്വയം അന്ന് അരി എടുത്ത് വെച്ചാൽ ആദ്യം ഹരിശ്രീകരണം അതേന്ന് എഴുതുന്നു. നമ്മൾ അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥങ്ങൾ എന്താണോ ആ ഗ്രന്ഥത്തെ വീണ്ടും എടുത്ത് അതിൻ്റെ ഏതെങ്കിലും പേജുകൾ വായിക്കുന്നു, പഠിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ നമ്മൾ അന്ന് വരെ നേടിയ എല്ലാ അറിവും ഭഗവാന്റെ കാൽക്കൽ കാഴ്ചവെച്ചു, സമർപ്പിച്ചു. അതാണ് നമ്മൾ പുസ്തകം പൂജയ്ക്ക് വയ്ക്കുക എന്ന് പറഞ്ഞ്. പുസ്തകമാണെങ്കിലും ശരി, ആയുധമാണെങ്കിലും ശരി, പണപ്പെട്ടിയാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, നമ്മൾ നേടിയതെല്ലാം, നമ്മുടെ പൂർണ്ണമായ അറിവോ സമ്പത്തോ കഴിവോ ശക്തിയോ എല്ലാം നമ്മൾ ഭഗവാന്റെ കാൽക്ക് സമർപ്പിച്ചിട്ട് അവിടുത്തെ പ്രസാദമായിട്ട് നമ്മൾ അല്പം സ്വീകരിക്കുന്നു. പ്രസാദമായിട്ട് അവിടുത്തെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ഏറ്റെടുക്കുന്നു. അവിടുത്തെ കർമ്മം ചെയ്യാൻ എനിക്ക് ശക്തി തരണേ. അപ്പം അവിടുത്തെ മഹിമ പാടാൻ, അവിടുത്തെ അനുഗ്രഹം ലോകത്തിൽ എത്തിച്ചു കൊടുക്കാൻ എന്നെ ഉപകരണമാക്കി തീർക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി
അവിടുത്തെ കയ്യിലൊരു ഉപകരണമായിട്ട് മാറാൻ, അവിടുത്തെ കയ്യിൽ പേനയായിട്ട് ബ്രഷായിട്ട് മാറാൻ നമ്മൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ ദിവസം, അതാണ് ശരിക്കും വിജയദശമി എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ വിജയം. വാസ്തവത്തിൽ ജീവിതത്തിൽ നമ്മുടെ വിജയം എപ്പോഴാണ് സംഭവിക്കുന്നത്? ഭഗവാന്റെ കയ്യിൽ നമ്മളൊരു ബ്രഷായി തീരുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതം സഫലമായി തീരുന്നത്. ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുമ്പോൾ വലിയ ക്യാൻവാസിലായിരിക്കും ചിത്രം വരയ്ക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻവാസ് ഭഗവാന്റെ ക്യാൻവാസാണ്. ഭഗവാൻ വലിയൊരു ചിത്രകാരനാണ്, ശില്പിയാണ്. ആ ഭഗവാന്റെ ചിത്രമാണ് നമ്മളീ കാണുന്ന ലോകം, ഭഗവാന്റെ ശില്പമാണ് നമ്മളീ കാണുന്ന പ്രപഞ്ചം. അപ്പോൾ ആ ഭഗവാൻ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ആ ചിത്രം വരയ്ക്കുന്ന ബ്രഷിന് ഈ ചിത്രത്തിൻ്റെ രൂപരേഖ എന്താണെന്ന് ഒരു പിടിയില്ല. ഈ ചിത്രം എന്താണെന്ന് ബ്രഷിന് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ ആ ബ്രഷ് ആ ഭഗവാന്റെ വിരലിൻ്റെ ചലനത്തിനനുസരിച്ച് നീങ്ങുന്നതുകൊണ്ടാണ് ആ ചിത്രം പൂർത്തിയാകുന്നത്. ആ ചിത്രം പൂർത്തിയാകുന്നതിൽ ബ്രഷിന് വലിയ പങ്ക് വഹിക്കാനുണ്ട്. ആ ബ്രഷ് ഇല്ലായിരുന്നെങ്കിൽ ആ ചിത്രം പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നില്ല. ആ ചിത്രത്തിൽ ആ ഒരു കുറവ്, ആ ബ്രഷിൻ്റെ ഒരു കുറവ് എപ്പോഴും ഉണ്ടായിരുന്നേന്. അപ്പം അതേപോലെ ഈ പ്രപഞ്ചമാകുന്ന ചിത്രത്തെ മനോഹരമാക്കി തീർക്കുന്നതിന് നമുക്കൊരു പങ്ക് വഹിക്കാനുണ്ട്. ആ പങ്ക് നമ്മൾ സ്വയം വഹിക്കുന്നതല്ല, ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ട് നമ്മൾ വഹിക്കുകയാണ്. ഒരു കവി കവിത എഴുതുന്നു. ആ കവിത എഴുതണമെങ്കിൽ ഒരു അക്ഷരത്തിൽ കൂടിയാണ് അത് എഴുതുന്നത്. എഴുതണ ഒരു പേന വേണം. അപ്പോൾ പേനയ്ക്ക് അറിയില്ല എന്താണ് കവിയുടെ ആശയം എന്താണെന്ന് പേനയ്ക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ പേനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവി എന്താണോ ആഗ്രഹിക്കുന്നത് അത് അതേപോലെ പേപ്പറിൽ പകർത്താൻ സാധിക്കും. കവിയുടെ കയ്യിൽ കവി പറയുന്ന അനുസരിച്ച് നീങ്ങാൻ പേനയ്ക്ക് സാധിക്കും. അത്രയും മാത്രം പേന ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തിന് കിട്ടുന്ന കവിത എന്താണെന്ന് പേന ചിലപ്പോൾ അറിയത്തില്ല. പേന ഒരു പക്ഷേ അത് അതിൻ്റെ മഹത്വം അറിയാൻ സാധിച്ചെന്ന് വരത്തില്ല. പക്ഷേ ആ കവിത അനേകം പേർക്ക് ജീവിതത്തിലൊരു പുതിയ കാഴ്ചപ്പാട്, ഒരു വെളിച്ചം നൽകാൻ പര്യാപ്തമായേക്കാം. അപ്പോൾ അതേപോലെ നമ്മുടെയൊക്കെ ജീവിതം, നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ ജീവിതം നിസ്സാരമാണ്, നമുക്ക് ജീവിതം ഒരു ഭാരമാണ്, സ്വാമിമാർക്കൊക്കെ വളരെ സുഖമാണ്, അവർക്ക് ചുമ്മാ ആഹാരം കഴിച്ചിങ്ങനെ തത്വശാസ്ത്രമൊക്കെ ഉപദേശിച്ചിരുന്നാൽ മതി. നമുക്കൊക്കെ എന്തെല്ലാം പ്രാരാബ്ധങ്ങളുണ്ട്, എന്തെല്ലാം കഷ്ടപ്പാടുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ വേണ്ടി നമ്മൾ പ്രയാസപ്പെടുകയാണെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല, നമ്മുടെയൊക്കെ ജീവിതം അമൂല്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് വളരെ അമൂല്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് അമ്മയെപ്പോലെ മഹാത്മാവിൻ്റെ സാമീപ്യവും സ്പർശനം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഇത്രത്തോളം വിലപ്പെട്ടാണ് നമുക്ക് തന്നെ അറിയില്ല. അതാണ് സത്യം. നമുക്കറിയില്ല. അപ്പോൾ നമുക്കറിയില്ല എന്ന് നമ്മൾ ആദ്യം അംഗീകരിക്കുക. നമുക്കറിയില്ല എന്ന് നമ്മൾ അംഗീകരിക്കുക. ആ പ്രപഞ്ചശക്തിയുടെ കയ്യിൽ, ആ പ്രപഞ്ചശക്തിയെ വിശ്വസിച്ച് ആ പ്രപഞ്ചശക്തിയിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം ആ പ്രപഞ്ചശക്തിയല്ലേ നമ്മളെ ഇപ്പോഴും നിലനിർത്തുന്നത്. ഒരു ശ്വാസം നമുക്ക് എടുക്കണമെങ്കിൽ പോലും ആ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം വേണ്ടേ? നമ്മൾ കഴിക്കുന്നൊരു ആഹാരം നമ്മൾ ദഹിക്കണമെങ്കിൽ ആ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം വേണ്ടേ? നമുക്ക് ചിന്തിക്കണമെങ്കിലും പറയണമെങ്കിലും കേൾക്കണമെങ്കിലും ആ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം വേണ്ടേ? ആ പ്രപഞ്ചശക്തിയാണ് നമ്മുടെ ശരിക്കുള്ള അമ്മ.